ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 110 kV GIS സബ്സ്റ്റേഷനെ കുറിച്ചാണ്. GIS സബ്സ്റ്റേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അർബൻ ഏരിയകളിലേക്ക് വേണ്ടിയിട്ടാണ്. കാരണം വളരെ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഈ ഒരു സബ്സ്റ്റേഷൻ കൺസ്ട്രക്ഷൻ ചെയ്യാനൊക്കും. AI സബ്സ്റ്റേഷനെ അപേക്ഷിച്ച് വളരെ കുറച്ച് സ്ഥലം മതി GIS സബ്സ്റ്റേഷന്. അപ്പോൾ ഇതിനകത്തിൽ ഫില്ല് ചെയ്യുന്നത് SF6 ഗ്യാസ് ആണ്. ഇത് GIS റൂമാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് LCC പാനല്. ഇത് GIS എക്യുപ്മെൻ്റ് ആണ്. ഇതിൻ്റെ VT ആണ്. VTയുടെ കൺട്രോൾ ടെർമിനൽ ബോക്സ് ആണിത്. ഈ കറുത്തത് കാണുന്നത് അതിൻ്റെ ഡിസ്കണക്റ്റിലേക്ക് പോകുന്നത് 24 കോർ കേബിളാണ്. അത് LCC പാനലിൽ നിന്ന് വരുന്ന കേബിളാണ്. നമ്മൾ സൈറ്റിൽ തന്നെ പുള്ളി ചെയ്ത കേബിളാണത്. അതല്ല, എല്ലാ കേബിളും നമ്മൾ എക്യുപ്മെൻറ്റിൽ നിന്ന് LCCയിലോട്ടുള്ള എല്ലാ കേബിളുകളും സൈറ്റിൽ തന്നെ പുള്ളി ചെയ്ത് ടെർമിനേഷൻ ചെയ്ത് കണക്ട് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ഇത് ഈ കാണുന്ന ഡെക്റ്റ് പുറത്തോട്ട് പോകുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന ഡെക്റ്റ് പുറത്തോട്ട് പോകുന്ന ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന ഡെക്റ്റാണത്. അതിൻ്റെ തൊട്ട് ഡിസ്കണക്റ്റർ കം എർത്തിങ് സ്വിച്ചാണ് ഈ കാണുന്നത്. ഇത് ഡിസ്കണക്റ്റിംഗ് കം എർത്തിങ് സ്വിച്ചാണ്. ഇത് ഡെക്റ്റ് പുറത്ത് ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന സപ്ലൈ ആണ്. കണക്ഷൻ 110 kV ട്രാൻസ്ഫോമറിലോട്ട് പോകുന്നതാണ് ആ ഡെക്റ്റിലൂടെ. ഇത് മൊത്തം 10 പേരുള്ളൊരു GIS സബ്സ്റ്റേഷനാണ്. 10 പേയാണ് ഇവിടെ. 10 കൺട്രോൾ LCC പാനലുമുണ്ട്. ഇത് ഡിസ്കണക്റ്റിംഗ് സ്വിച്ച്. ഇത് CT ആണ്. CTയുടെ ആ ഗേജ് കണ്ടോ, അതിൽ കൂടെയാണ് SF6 ഗ്യാസ് എത്ര പ്രഷർ അതിനകത്തിലുണ്ടെന്ന് അറിയുന്നത്. ഓക്കെ, ഓരോ കമ്പാർട്ട്മെൻറ്റിനും ഓരോ ഇത് പ്രഷർ ഗേജ് ഉണ്ടാവും. ഇത് CTയുടെ കൺട്രോൾ ടെർമിനേഷൻ ബോക്സ് ആണ്. കൺട്രോൾ കേബിൾ വന്ന് ടെർമിനേറ്റ് ആവുന്നതാണ് CTയുടെ. CT വൈൻഡിങ്ങിൽ നിന്ന് അതിൻ്റെ റേഷ്യോ അനുസരിച്ചുള്ള കേബിൾ ഇവിടെ വന്നിട്ടുണ്ട് ഇൻപുട്ട്. ഇത് ഇവിടെ നിന്ന് നേരെ LCC പാനലിലേക്ക് പോകും. ഓക്കെ, ഇത് ബ്രേക്കറിൻ്റെ ഗേജസ് ആണ് ആ രണ്ടെണ്ണം കാണുന്നത്. അത് ബ്രേക്കറാണ്. ആ വലിയ സിലിണ്ടർ കാണുന്നത്, സിലിണ്ടർ മുകളിൽ അത് ബ്രേക്കറാണ്. ഏറ്റവും മുകളിൽ ബ്രേക്കറിൻ്റെ കൺട്രോൾ ബോക്സ് ആണ്. ഇതാ 2 ബസ് 2A 2B. ഡിസ്കണക്റ്റിംഗ് സ്വിച്ച് ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ബോക്സിൽ ആ ഡിസ്കണക്റ്റിംഗ് സ്വിച്ചാണ്. പിന്നെ മുകളിലും ഉണ്ട് ഓരോ ഡിസ്കണക്ഷൻ. താഴത്തെ ബസ്സിൻ്റെയും മുകളത്തെ ബസ്സിൻ്റെയും സെപ്പറേറ്റ് LCC പാനലാണ്. LCC പാനൽ ഫാക്ടറി വയറിംഗ് എല്ലാം വെള്ള ഫെറൂൾ കേബിൾ ID ഇട്ടിട്ടാണ് ഫാക്ടറി വയറിംഗ് എല്ലാം ചെയ്തേക്കുന്നത്. നമ്മൾ സൈറ്റിൽ ചെയ്തേക്കുന്ന എല്ലാം യെല്ലോ ഫെറൂളാണ്. യെല്ലോ ഫെറൂളിട്ടാണ് അതിൻ്റെ കേബിൾ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എല്ലാം ആ ഫെറൂളിനകത്തിൽ കേബിൾ ഐഡൻറ്റിഫിക്കേഷൻ അതിൽ ഉണ്ട്. ആ കേബിളിൻ്റെ ഏറ്റവും താഴെ യെല്ലോ, അത് കേബിൾ ടാഗാണ്. ഓരോ കേബിളിൻ്റെ നമ്പറാണത്, കേബിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണത്. ഇത് കാണുന്നത് ഓരോ യെല്ലോയും വൈറ്റും ഒക്കെ ഓരോ വയറിൻ്റെ ID ആണ്. ഓക്കെ, ഇത് DC കണക്ട് ചെയ്യുന്ന ടെർമിനലാണ്. DCയുടെ ടെർമിനലാണ്. ബാക്കിയൊക്കെ കൺട്രോളിൻ്റെ ടെർമിനൽ. ഇത് DCയുടെ ആയിരുന്നു. ഇത് ഈ പാനൽ വന്നപ്പോൾ വേരിയബിൾ റെസിസ്റ്റൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് നമ്മൾ സൈറ്റിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഒരാഴ്ച ഒന്ന് നമ്മൾ സൈറ്റിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വയറിങ് ചെയ്തേക്കാവുന്നതാണ്. വേരിയബിൾ റെസിസ്റ്റൻസ് മാത്രമല്ല, ഇതിൻ്റെ BCയും നമ്മൾ സൈറ്റിൽ തന്നെയാണ് അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ വയറിങ് ചെയ്തേക്കുന്നത്. BC ഇൻസ്റ്റാളേഷൻ്റെ BC ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ലാതെ ഉണ്ട്, പക്ഷേ അത് ക്ലിയർ അല്ല വീഡിയോ. ഇതാണ് BCU. ഈ വയറിങ് എല്ലാം നമ്മൾ സൈറ്റിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് ടെസ്റ്റ് സ്വിച്ചും സൈറ്റിൽ തന്നെയാണ് ചെയ്തത്. ഇത് GISൻ്റെ CT അനലൈസിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഏകദേശം ഈ സൈറ്റിൻ്റെ 80% ടെസ്റ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ എനർജൈസേഷന് വേണ്ടി കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. അതായത് 110 kV കേബിള് വന്നിട്ട് ടെർമിനേറ്റ് ആയിട്ടില്ല. കേബിൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പിന്നെ എൻ്റെ ടെസ്റ്റ് ബാക്കിയുണ്ട്. സാസിൻ്റെ ടെസ്റ്റിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഓരോ ഡിസ്കണക്റ്റർ സ്വിച്ചിലും നമ്മൾ ആ കേബിൾ പ്രഷർ ഗേജ്, ബ്രേക്കർ എല്ലാത്തിലും നമ്മൾ CT എല്ലാത്തിലും നമ്മൾ കേബിൾ വലിച്ച് ടെർമിനേറ്റ് ചെയ്യാനുണ്ട്. ആ പ്ലഗൊക്കെ നമ്മൾ സൈറ്റിൽ തന്നെ ടെർമിനേറ്റ് ചെയ്തേക്കുന്ന പ്ലഗാണ്.
ഇതിൻ്റെയൊക്കെ ഒരു വയറിങ്ങിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഹിന്ദിയിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഈ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ സബ്സ്റ്റേഷന് മൊത്തം ഇൻസ്റ്റാളേഷനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്റ്റേഷൻ്റെ മുഴുവൻ കൺസ്ട്രക്ഷനും ഈ ചാനലിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റും അത് ഉപകാരപ്രദമായിരിക്കും. അത് നിങ്ങളൊന്ന് ചെയ്യുന്നത്. ഓക്കെ, ഇത് സൗദി സ്റ്റാൻഡേർഡ് പ്രകാരം NEC സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് LCC പാനലാണ്. ഇത് CTയുടെ താഴെ കാണുന്ന CTയുടെ കൺട്രോൾ ബോക്സ്. ഇത് ഡിസ്കണക്റ്റിംഗ് എർത്തിങ് സ്വിച്ച് ആണ്. അതിൻ്റെ കൺട്രോൾ വയറിങ്. മുകളിൽ കാണുന്ന VT ആണ്. അത് VT ആണ്. ഏറ്റവും മുകളിൽ കാണുന്നത് ഇതും VT ആണ്. ബസ് സെക്ഷൻ്റെ VT ആണത്. മുകളിലും താഴെയുള്ള 2 VT ആണ്. 2 ബസ്സിൻ്റെ 2 VT ആണത്. ഓക്കെ, ഇത് ബ്രേക്കറാണ്. ബ്രേക്കറിൻ്റെ കണക്ഷൻ, കൺട്രോൾ കേബിളിൻ്റെ കണക്ഷനാണ്. കറുത്ത കേബിൾ ഉപയോഗിക്കുന്നത്. ബസ് കപ്ലർ. അടുത്ത ബസ്സിൻ്റെ VT ആണ്. മേളിലും താഴെ ഓരോ ബസ്സിൻ്റെയും VT ആണത്. ഓക്കെ, ഇത് അടുത്ത ട്രാൻസ്ഫോമറിൻ്റെ 3 ട്രാൻസ്ഫോമറിലേക്കുള്ള കണക്ഷനാണ്. പുറത്തേക്ക് പോയിരിക്കുന്ന രണ്ടാമത്തെ ട്രാൻസ്ഫോമറിന് ഇവിടാണ് പുറത്തുനിന്ന് വരുന്ന 110 kV കേബിൾ വന്നിട്ട് ഈ കേബിൾ ചേമ്പറിലാണ് വന്ന് കണക്റ്റ് ആവുന്നത്. ഇതിനകത്തിൽ 2 ലൈനാണ് മെയിനായിട്ട്. 2 110 kV ലൈനാണ് ഇവിടെ വരുന്നത്. അതിനകത്തിൽ ഒരെണ്ണത്തിൻ്റെ ഇതാണ് ഇവിടെ വന്ന് ഇത് ബേസ്മെൻറ്റിൽ കൂടെ വന്ന് ഈ ചേമ്പറിനകത്തിലോട്ട് വന്ന് കണക്ട് ചെയ്യും. ഞാൻ ബേസ്മെൻറ്റ് കേബിൾ എൻട്രി റൂമിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത്. ഓക്കെ, ഇത് പുറത്തെ ഇതാണ്. ട്രാൻസ്ഫോമറിലോട്ട് കണക്ഷൻ വന്നിട്ട് കണക്റ്റ് ആവുന്നതാണ്. പുറത്തുനിന്നുള്ള ട്രാൻസ്ഫോമർ ഈ ബുഷിങ് വരെ ഡെക്റ്റ് വഴി സപ്ലൈ വരും. അവിടുന്ന് പിന്നെ നമ്മൾ ട്രാൻസ്ഫോമറിലോട്ട് കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമറിലോട്ട് കണക്ട് ചെയ്യുന്നത് ACSR കേബിൾ ഉപയോഗിച്ചാണ്. ട്രാൻസ്ഫോമറിലോട്ട് അതായത് GISൻ്റെ ബുഷിങ്ങിൽ നിന്ന് ട്രാൻസ്ഫോമറിൻ്റെ ബുഷിങ്ങിലേക്ക് കണക്ട് ചെയ്യുന്ന ACSR കേബിൾ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അതിപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് 110 kV വോൾട്ടേജ് വരികയും അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 13.8 kV വോൾട്ടേജായിട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുകയും ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് 13.8 kV സ്വിച്ച് ഗിയറിൽ പോയിട്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇതാണ് ACSR കേബിൾ. GISൻ്റെ ബുഷിങ്ങിൽ നിന്ന് ട്രാൻസ്ഫോമറിൻ്റെ ബുഷിങ്ങിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇത് അതിൻ്റെ സപ്പോർട്ട് ഇൻസുലേറ്ററാണത്. ഇൻസുലേറ്ററിൽ നിന്നാണ് ചുമന്ന ഒരു കേബിൾ പോകുന്നത്. ചെറിയൊരു ചുവന്ന കേബിൾ പോകുന്നത് സർജ് കൗണ്ടറിലേക്കാണ്. ഇത് ഇൻസുലേറ്റർ. അപ്പുറം കാണുന്നുണ്ട് GISൻ്റെ ബുഷിങ് ആണ്. ചരിഞ്ഞിരിക്കുന്ന 3 എണ്ണം ഉണ്ട് GISൻ്റെ ബുഷിങ്. അപ്പുറം ചരിഞ്ഞ് ഒരെണ്ണം നേരെ സെൻറ്ററിലും ഉണ്ട്. GISൻ്റെ ബുഷിങ് ആണ് കാണിക്കാം. ഇത് GISൻ്റെ ബുഷിങ്. GISൻ്റെ ബുഷിങ്ങിൽ നിന്നാണ് ട്രാൻസ്ഫോമറിൻ്റെ ബുഷിങ്ങിലേക്ക് കണക്റ്റ് ആവുന്നത്. ഇത് ഇൻസുലേറ്റർ. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ബുഷിങ്. അതിൻ്റെ അടുത്ത് കാണുന്ന ബോക്സൊക്കെ ഉണ്ടോ, അതിൻ്റെ CT ബോക്സൊക്കെയാണ്. അവിടെ നിന്ന് കേബിളെല്ലാം ഫാക്ടറിയിൽ നിന്ന് തന്നെ വയറിങ് ചെയ്ത് താഴെ LCP പാനൽ എന്ന് പറയുന്ന ഒരു പാനലുണ്ട്. അവിടോട്ട് വയറിങ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കണക്ഷൻ തരും. അവിടെ നിന്നാണ് നമ്മൾ കൺട്രോൾ പാനലിൽ നിന്ന് വരുന്ന കേബിൾ LCP പാനലിലോട്ട് വലിച്ച് അവിടെ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് കൺട്രോൾ പാനലിൻ്റെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കുന്നത്. ഇതിൻ്റെ ഇൻഡിക്കേഷൻ എല്ലാം കിട്ടുന്നത്. ഇത് ഹുണ്ടായിയുടെയാണ്. ഈ ട്രാൻസ്ഫോമർ ഹുണ്ടായുടെ ലിജിന്ന ഹുണ്ടായുടെ തന്നെയാണ്. ഈ ട്രാൻസ്ഫോമറും GISും ഹുണ്ടായുടെ തന്നെ ആയിരുന്നു. ഓക്കെ, ഇത് ഈ ട്രാൻസ്ഫോമറിന് 2 ലോക്കൽ കൺട്രോളർ, അതായത് ഒരു MDUവും മോട്ടർ ഡ്രൈവ് യൂണിറ്റും ഒരു LCPയും ആണ് ഉള്ളത്. ഇപ്പോൾ താഴോട്ട് പോകുമ്പോൾ അത് കാണിച്ചു തരാം. ചുവന്ന പൈപ്പൊക്കെ കാണുന്നില്ലേ, അതൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ കേബിളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസുലേറ്ററിൻ്റെ ഏറ്റവും താഴത്തുനിന്ന് ഈ കേബിൾ 3 പോയി താഴെ സർജ് കൗണ്ടറിൽ കണക്റ്റ് ആവും. ഓക്കെ, റേഡിയേറ്ററാണ്. ട്രാൻസ്ഫോമറിൻ്റെ റേഡിയേറ്ററാണ് കാണുന്നത്.
അതെല്ലാം ഓയിൽ ഫില്ലാണ്. ഈ റേഡിയേറ്ററെല്ലാം ഓയിൽ ഫിൽഡാണ് ഹൈ പ്രഷറിൽ. ജി സിന്ന് വരുന്ന ആ ഡക്റ്റാണ് ആ കാണുന്നത്. ഇത് കൺസർവേറ്റർ ടാങ്കാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഇത് ന്യൂട്രൽ ബുഷിംഗ് ആണ്. ഈ ന്യൂട്രൽ വന്നിട്ട് കണക്റ്റ് ആവുന്ന ഇവിടെയാണ്. ന്യൂട്രൽ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് വന്നിട്ട് ന്യൂട്രലിനെ ഗ്രൗണ്ട് ചെയ്യും. ഇതാണ് LCP പാനൽ. ഓക്കെ, ഇത് LCP പാനലാണ്. അത് ഓപ്പണാക്കി കാണിക്കേണ്ടായിരുന്നു, പക്ഷേ അത് ഓപ്പൺ ചെയ്തില്ല. ഓക്കെ, ഈ ചുവന്ന പൈപ്പൊക്കെ അത് നമ്മുടെ ഫയർ അലാറത്തിൻ്റെ ഫയർ ഫൈറ്റിങ്ങിൻ്റെ സപ്പോർട്ടുകളൊക്കെയാണ്. ട്രാൻസ്ഫോമറിൻ്റെ റേഡിയേറ്റർ, LCP പാനൽ. ഇനിയും ആ ഡക്റ്റ് JC-ന്ന് വരുന്ന ഡക്റ്റാണ് കാണുന്നത്. ആ വെളുത്ത നിറത്തിൽ കാണുന്നത് ഡക്റ്റാണ്, JC-ന്ന് വരുന്നതാണ്. അതിനകത്ത് പ്രഷർ ഗേജിൻ്റെ കേബിളും അതിൻ്റെ കൂടെ ഒരു ചെറിയ കേബിൾ ട്രേ വെച്ചിട്ട് പ്രഷർ ഗേജിൻ്റെ കേബിളും അതുവഴി വരുന്നുണ്ട്. കണ്ടോ? ഓക്കെ, ഇത് NER ആണ്, ന്യൂട്രൽ ഗ്രൗണ്ട് റെസിസ്റ്റൻസ് ആണ്. ഇതിനകത്ത് നിന്നൊരു കേബിൾ പോയിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൽ പോയി കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ NER-ലോട്ടൊരു കൺട്രോൾ കേബിൾ നമ്മുടെ LCC പാനലിൽ നിന്ന് JS-ൻ്റെ LCC പാനലിൽ നിന്ന് ഒരു കൺട്രോൾ കേബിൾ NER-ലേക്ക് വരണം. ഒരു 7 കോറിൻ്റെ കേബിൾ വരണം. JS-ൻ്റെ ബുഷിങ്. ഈ ട്രാൻസ്ഫോമറിൽ ACSR കേബിൾ കണക്റ്റ് ആയിട്ടില്ല, ഒരെണ്ണത്തിനകത്തിലേ കണക്ട് ചെയ്തുള്ളൂ. ഇത് MDU പാനലാണ്. ഈ കാണുന്ന MDU ആണ്, മോട്ടർ ഡ്രൈവ് യൂണിറ്റ്. അതായത് ഇതിൻ്റെ ടാപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടറാണ്. അത് ഓരോ വൈൻഡിങ്ങിലോട്ട് വോൾട്ടേജ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടറാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന MDU മോട്ടർ ഡ്രൈവ് യൂണിറ്റാണത്. ഇത് കൂളിംഗ് ഫാനുകളാണ്. ഇതാണ് സർജ് കൗണ്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ മേളിൽ നിന്ന് വരുന്ന കേബിൾ ഇവിടെ വന്നാണ് അത് കണക്റ്റ് ആവുന്നത്. 240-യുടെ കേബിളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന് എല്ലാ എർത്തിങ് റാഡുമായിട്ട് ഇത് കണക്ട്, ഓരോ സർജ് കൗണ്ടറും ഓരോ എർത്തിങ് റാഡുമായിട്ട് കണക്ട് ചെയ്തൊക്കെയാണ്. ഓക്കെ, ഇതൊരു ടെമ്പററി ഒരു റിമൂവ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണത് ഉണ്ടാക്കിയത്. കാരണം ഏതെങ്കിലും കാരണവശാൽ സർജ് കൗണ്ടർ കേടാണെങ്കിൽ സർജ് കൗണ്ടറിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് ട്രാൻസ്ഫോമറിൻ്റെ താഴെ ഇട്ടേക്കുന്ന നെറ്റാണ്. ഇതിൻ്റെ മുകളിൽ വേറൊരു നെറ്റും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലാണ് ഗ്രാവൽ ഇടുന്നത്. ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഒരു സ്ലം പിറ്റാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഓയിൽ, റെയിൻ വാട്ടർ എല്ലാം വന്ന് ഈ സ്ലം പിറ്റിലോട്ട് വരികയും അവിടെ നിന്ന് മോട്ടർ വെച്ചടിച്ച് നമ്മൾ പുറത്ത് കളയുകയും, അതായത് ടാങ്ക് വന്നിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ടാങ്കർ ലോറി വരും. ഓക്കെ, ഇതാണ് സ്ലം പിറ്റാണ്. ഓക്കെ, സ്ലം പിറ്റ്. ഇതുണ്ടോ, ഈ പൈപ്പുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ആംപിയറിൻ്റെ ഓയിൽ ഫിൽട്രേഷൻ സോക്കറ്റും 63 ആംപിയറിൻ്റെ സോക്കറ്റും 110 സോക്കറ്റും ഒക്കെ വരാനുള്ള കേബിൾ വരാനുള്ള പൈപ്പുകളാണത്. അതൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതെല്ലാം ഇൻസ്റ്റാളേഷൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഔട്ട് ഗോയിങ് കേബിൾ. ട്രാൻസ്ഫോമറിൽ നിന്ന് JC-ന്ന് 110 kV വോൾട്ടേജ് വന്ന് 13.8 kV ആയിട്ട് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഈ ചുമന്ന കേബിൾ വഴിയാണ് നമ്മുടെ 13.8 kV സ്വിച്ച് ഗിയറിലേക്ക് ഈ കേബിൾ വഴിയാണ് പോകുന്നത്. 13.8 kVയുടെ ഇൻകവർ പാനലിലോട്ട് ഈ കേബിൾ പോയിട്ട് കണക്റ്റ് ആവും. ഇപ്പോൾ ഞാൻ ബേസ്മെൻറ്റിൽ പോയിട്ട് ഞാനത് കാണിച്ചു തരാം. എവിടെ ഇതാണ് ബേസ്മെൻറ്റ്. അത് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കേബിളാണ്. ഇത് നേരെ വന്ന് ഇത് ബേസ്മെൻറ്റാണ്. അതായത് സ്വിച്ച് ഗിയർ റൂമിൻ്റെയും JS റൂമിൻ്റെയൊക്കെ താഴത്തെ ഭാഗമാണിത്. താഴത്തെ നിലയാണ്. ഈ ചുവന്നതെല്ലാം ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഒരു ഫേസിന് 6 കേബിൾ, 630-യുടെ 6 കേബിൾ വെച്ചാണ് വരുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ സർവീസ് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കേബിൾ ഒരു 3 കോർ കേബിളാണ് അത് വരുന്നത്. അത് ഞാൻ സ്റ്റേഷൻ സർവീസ് ട്രാൻസ്ഫോമറിൽ ചെല്ലുമ്പോൾ ഇത് കാണിച്ചു തരാം. ഒരു 3 കോർ കേബിൾ സ്റ്റേഷൻ സർവീസ് ട്രാൻസ്ഫോമറിൽ നിന്ന് വന്നിട്ട് ഈ സ്വിച്ച് ഗിയർ പാനലിൽ കണക്റ്റ് ആവുന്ന അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
കറുത്ത കേബിൾ അതിൻ്റെ സ്വിച്ച് ഗിയറിൻ്റെ കൺട്രോൾ കേബിളുകളാണ്. സ്വിച്ച് ഗിയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കൺട്രോൾ കേബിൾ എൻട്രി ആവേണ്ടത്. അതിൻ്റെ കൂടെ കാണുന്നത് ചുവന്ന പൈപ്പ്, കറുത്ത കേബിളിൻ്റെ കൂടെ കാണുന്ന ചുവന്ന കേബിളല്ല, അതൊരു പൈപ്പാണ്. അതിനകത്ത് കൂടെയാണ്, അത് കോറിഗേറ്റഡ് പൈപ്പാണ്. അതിനകത്ത് കൂടെയാണ് ഫൈബർ കേബിൾ നമ്മൾ പുള്ളി ചെയ്യുന്നത്. ഓരോ പാനിലേക്ക് 2 ഫൈബർ കേബിൾ വെച്ചുണ്ട്. കണ്ടോ, ഇത് രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഇൻകമിങ് കേബിളാണ്. അത് ഈ സ്വിച്ച് ഗിയറിൻ്റെ ഇൻകമർ പാനിലോട്ട് വന്നിട്ട് കണക്റ്റ് ആവുന്നതാണ്. ഇതുണ്ട്, ഇത് ഇൻകമർ പാനിൻ്റെ ബോട്ടം സൈഡാണിത്. ഇവിടെ വന്നിട്ടാണ് കണക്റ്റ് ആവുന്നത്. മേൽക്കൂടെയൊക്കെ ഉണ്ടാവും ഗ്രൗണ്ടിങ്ങിൻ്റെയൊക്കെ വർക്ക്, മേൽക്കൂടെ ഫയർ ഫൈറ്റിങ്, ഗ്രൗണ്ടിങ്. ഇത് LCC പാനിൻ്റെ താഴത്തെ ഭാഗമാണ്. LCC പാനിലോട്ടുള്ള കേബിൾ എൻട്രി ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇത് സ്വിച്ച് ഗിയറിലോട്ടുള്ള കേബിൾ എൻട്രി ആണ്. ഓക്കെ, ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കേബിൾ ലേയിങ് ആണ്. ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന കേബിളിൻ്റെ ഇതാണ്. ട്രാൻസ്ഫോമറിൻ്റെ LCC പാനലിലോട്ട് LCP പാനലാണ് അവിടോട്ട് പോകുന്ന കേബിളാണിത്. വളരെ വൃത്തിയായിട്ട് നമ്മൾ ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് LCCയിലോട്ട് പോകുന്ന കേബിൾ. ഓക്കെ, ഇത് സ്വിച്ച് ഗിയറിൻ്റെ കൺട്രോൾ കേബിളുകളാണിത്. സ്വിച്ച് ഗിയറിൻ്റെ 2 സൈഡ് ഓപ്പണിംഗ്, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രമേ കേബിൾ എൻട്രി ചെയ്യാവൂ. നിങ്ങൾ റൈറ്റ് സൈഡിൽ അതിൻ്റെ മെക്കാനിസമൊക്കെ ഉണ്ട്, എർത്തിങ് സ്വിച്ചിൻ്റെ മെക്കാനിസമൊക്കെ ഉണ്ട്, അതിനൊക്കെ ഡിസ്റ്റർബ് ആകും. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ കൂടെ മാത്രമേ ചെറിയൊരു ഓപ്പണിങ്ങേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ട് വേണം അത് പുള്ളി ചെയ്യാൻ. ഇത് 1.5 മീറ്റർ കൂടുതലുണ്ടായതുകൊണ്ട് അഡീഷണൽ ഒരു സപ്പോർട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ള ടാഗ് കാണുന്നില്ല, അത് ഓരോ കേബിളിൻ്റെയും നമ്പറാണ്. നമ്പർ എഴുതി ടാഗ് ചെയ്തേക്കുകയാണ്. ഇതിനെല്ലാം നമ്മൾ അഡീഷണൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 110 kVയുടെ കേബിളാണ്. വേറെ സബ്സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വന്ന കേബിൾ, അത് വേറെ കമ്പനിയാണ് ചെയ്യുന്നത്. അത് അവർ പുള്ളി ചെയ്തു. അത് നേരത്തെ ഞാനൊരു കേബിൾ ചേമ്പർ കാണിച്ചായിരുന്നല്ലോ, അവിടെ വന്നിട്ട് ഇത് കണക്റ്റ് ആവും. ആ കേബിൾ ചേമ്പറിൻ്റെ അടിഭാഗം എന്നാണ്ട് ഇങ്ങനെയാണ്, ഇവിടോട്ട് വന്നിട്ടാണ് അത് കണക്റ്റ് ആവുന്നത്. 110 kV. ഓക്കെ, ഇത് 13.8 kV സ്വിച്ച് ഗിയർ റൂമാണ്. ഇതെൻ്റെ VT. ഇതിൻ്റെ ബ്രേക്കർ ഞാൻ കാണിക്കാം കേട്ടോ. അല്ലേ, ഇപ്പം ഇത് സ്വിച്ച് ഗിയറിന് 3 കമ്പാർട്ട്മെൻറ്റ്. ഏറ്റവും മുകളിലത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് കൺട്രോൾ കേബിളിൻ്റെ ടെർമിനേഷൻ എല്ലാം നടക്കുന്നത്. അവിടെ ഈ നടുക്കത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് ഇതിൻ്റെ ബ്രേക്കർ ഇരിക്കുന്നത്. ഏറ്റവും ടോപ്പിലുള്ളതാണ് സ്വിച്ച് ഗിയറിൻ്റെ കൺട്രോൾ കേബിളിൻ്റെ ടെർമിനേഷൻ ഉള്ളത്. ഏറ്റവും അടിയിൽ VT ആവശ്യമുണ്ട്, VT, അതല്ലെങ്കിൽ MT ആയിട്ട് കിടക്കും. അത് കേബിൾ എൻട്രി ഒക്കെ ആ ഭാഗത്താണ്. 13.8 kV ആണ്. ഇതിൻ്റെ ആണ് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ആ കേബിൾ, അത് അടച്ചു വെച്ച് കാണാണ്ട്. ഇത് ലെഫ്റ്റ് സൈഡ് അതിൻ്റെ കേബിൾ കയറാനുള്ള സ്ഥലം. ഇത് കേബിൾ മൗണ്ട് ചെയ്തേക്കുന്ന ബോൾട്ടാണ്. അത് ഒരു താഴെ ഒരു ചാനൽ വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ഇത് മൗണ്ട് ചെയ്തേക്കുവാണ് ഒരു പാനലിൻ്റെ. ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോഴുള്ള വീഡിയോ ഞാൻ ചെയ്യാതെ, ഇൻസ്റ്റാളേഷൻ വീഡിയോസ്. ബാക്ക് സൈഡും കൂടെ ഒന്ന് കാണിക്കാം. ഇതിന് റൈറ്റ് സൈഡിലൊരു ചെറിയ പാനൽ, അതാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾ വരുന്ന കേബിൾ. അതിനകത്തോട്ടൊരു മൾട്ടി കോർ ഫൈബർ ഒപ്റ്റിക് കേബിൾ വന്നിട്ട് ഈ സ്വിച്ച് ഗിയറിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് സ്വിച്ച് ഗിയറിൻ്റെ ബാക്ക് സൈഡ്. ഇതാണ് സ്റ്റേഷൻ സർവീസിൽ നിന്ന് വന്ന കേബിളാണ്. ഇവിടെ വന്നിട്ടാണ് കേബിൾ ടെർമിനേറ്റ് ആവുന്നത് നമ്മുടെ. ഓക്കെ, ഇത് ഇൻകമർ. ഇത് 6 കേബിളുണ്ട്. ഒരു ഫേസിൽ 6 കേബിൾ, 18 കേബിളാണ് ഒരു ഇൻകമർ പാനലിനകത്ത് വരേണ്ടത്. ഇത് ട്രാൻസ്ഫോമറിൽ നിന്ന് വന്നിരിക്കുന്ന കേബിളാണ്. 18 കേബിളുണ്ട്. ഇതാണ് അതിൻ്റെ ബ്രേക്കർ. 13.8 kVയുടെ ബ്രേക്കർ ഇതാണ്. ഓക്കെ, ബ്രേക്കർ എടുത്തിട്ട് അതിൻ്റെ ഇതിൽ വെച്ചിരിക്കുകയാണ്. ഇത് VT ആണ് അതിൻ്റെ.
ഇത് സ്റ്റേഷൻ സർവീസ് ട്രാൻസ്ഫോമർ. സ്റ്റേഷൻ സർവീസ് മുമ്പേ 3 കോർ കേബിൾ ഞാൻ പറയാം ബേസ്മെൻറ്റിൽ കണക്റ്റ് ആവുന്നെന്ന്, ആ കേബിളാണ് ഇവിടെ വന്ന് ഈ ചുവന്ന കേബിൾ കണക്റ്റ് ആയേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ കണക്റ്റ് ആയേക്കുന്നതെന്ന്. ഇത് അതിൻ്റെ ഔട്ട് ഗോയിങ് കേബിളാണ്. ഇത് 350 വോൾട്ടേജാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. 13.8 kV വരുമെങ്കിലും അതിൻ്റെ വന്നിട്ട് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 350 വോൾട്ടായിട്ട് ACDB പാനലിലോട്ട് പോയിട്ട് കൺട്രോൾ റൂമിലുള്ള ഒരു ACDB പാനലുണ്ട്, അവിടെ പോയിട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് 2 ട്രാൻസ്ഫോമറാണ് സ്റ്റേഷൻ സർവീസ് ട്രാൻസ്ഫോമർ. ഇത് അതിൻ്റെ ഔട്ട് ഗോയിങ് സൈഡാണ്, ലോ വോൾട്ടേജ് സൈഡ്. പിന്നെ ഈ ഡിസൈൻ ഉണ്ടല്ലോ കുറച്ച് പ്രശ്നമുണ്ട്. കാരണം ഇത് 400-ൻ്റെ കേബിൾ ആയതുകൊണ്ട് നമുക്കത് 4.5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഹോൾ ടു ഹോൾ. അത് നമുക്ക് മാർക്കറ്റിന് അതിൻ്റെ ലെഗ് മേടിക്കാൻ ഭയങ്കര റെയറായിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നീമാപ്പാടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ അത് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് അതിൻ്റെ ലെഗൊക്കെ കിട്ടിയത് നമുക്ക് 4 ഹോളിൻ്റെ. ഇതാണ് ആ 3 കോർ കേബിൾ പറഞ്ഞത്, 13.8 kVയുടെ. ഇതിനകത്തൊരു 3 കൺട്രോൾ കേബിൾ വരുന്നുണ്ട്. ഓയിൽ ടെമ്പറേച്ചറിൻ്റെ ഇൻഡിക്കേഷനും പ്രഷർ റിലീസ് വാൽവും ഓയിൽ ലെവൽ ഇൻഡിക്കേറ്ററും. ഇത് പ്രഷർ റിലീസ് വാൽവാണ്, ഇത് ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ. ഇതിന് 3-നും സെപ്പറേറ്റ് കൺട്രോൾ കേബിൾ വരണം. സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു കേബിൾ വലിച്ചിട്ട് ഒരു ബോക്സ് വെച്ചിട്ട് അതിനകത്ത് നിന്ന് സെപ്പറേറ്റായിട്ട് എടുത്തുകൊണ്ട് പോകണം. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ കൺട്രോൾ റൂമിലെ ACDB ആണിത്. ACDB കൺട്രോൾ പാനൽസ്, ബാറ്ററി ചാർജർ, DC പാനൽ എല്ലാം കൺട്രോൾ റൂമിലാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. ഓക്കെ, ഇതാ സ്റ്റേഷൻ സർവീസ് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കേബിളാണ് ഇവിടെ. ഇതും ഇതിൻ്റെ ലെഗും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ഡിസൈനിനകത്ത് കുറച്ച് വ്യത്യാസം. ഇത് സാസ് പാനലിൻ്റെ മോണിറ്ററും കമ്പ്യൂട്ടറുകളൊക്കെയാണ്. ഈ ഫൈബറെല്ലാം വന്നിട്ട് കണക്റ്റ് ആവുന്ന ഈ സാസ് പാനലാണ്. ഫൈബർ വന്ന് കണക്റ്റ് ആയിരിക്കുന്നത് സാസ് പാനലിൽ കൺട്രോൾ. ഓക്കെ, ഇത് അതിൻ്റെ അപ്പുറമൊക്കെ കാണുന്ന കൺട്രോൾ പാനലുകളാണ്. സ്വിച്ച് ചെയ്യുന്ന കൺട്രോൾ പാനലും LCC ലൈൻ പ്രൊട്ടക്ഷൻ പാനലിൻ്റെ എല്ലാ പാനലും ഇവിടെ ഉണ്ട്. ഇത് സാസിൻ്റെയാണ്. GPS-ൻ്റെ കേബിളും വന്ന് ഇവിടെയാണ് കണക്റ്റ് ആവുന്നത്. ഫൈബർ കേബിളുകളൊന്നും കണക്റ്റ് ആയേക്കുന്നതാണ്. ഇത് ഫെറോളി മെഷീനൊക്കെയാണ്. എങ്ങനെ ഫെറോൾ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഫെറോളിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. ഇതുണ്ട് ട്രിപ്പ് സർക്യൂട്ടിന് ആ ഓരോ കളറും ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത് ബാറ്ററി ചാർജറാണ്. മെയിൻ DCDB. ഇത് ബാറ്ററി മോണിറ്ററിങ് പാനൽ എന്നോ ഡിസ്കണക്ടർ എന്നോ പറയാം ഇതിന്. ഇത് 3 ഇൻകമിങ് ഇത് ബാറ്ററി ചാർജിൻ്റെ ബ്രേക്കുള്ള ഔട്ട്. DCDB ആണ്, മെയിൻ DCDB ആണ്. മെയിൻ DCDBന്ന് ഇത് മെയിൻ DCBയിലോട്ട് സപ്ലൈ വരുന്നതാണ്. അത് ബാറ്ററി ചാർജറിൽ നിന്നും മറ്റേ ബാറ്ററിയിൽ നിന്നും വരുന്ന സപ്ലൈകളാണ്. ബാറ്ററി എന്ന് വെച്ചാൽ ബാറ്ററിയുടെ ഡിസ്കണക്ട് ചെയ്യുന്നത്. ഇത് മെയിൻ DCDBന്ന് DCP1 പോകുന്ന സപ്ലൈ ആണിത്. DCP1 DCP2 പോകുന്ന സപ്ലൈ ആണിത്. ഇത് DCP2 DCP1 2 രണ്ട് ബ്രേക്കറും ഒരു ബസ് ടൈയും ഉണ്ട്. ഇതുണ്ട് 2 ബ്രേക്കറും ഒരു ബസ് ടൈയും. അപ്പം മെയിൻ DCDBയുടെ 2 സെക്ഷനിൽ നിന്നും വരുന്ന ഓരോ കേബിള് ഈ 2 ബ്രേക്കറിലും വന്നിട്ട് അത് ആവശ്യമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെയിൻ്റെനൻസിൻ്റെ സമയത്തൊക്കെ ബസ് ടൈ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരെണ്ണം ഒരു സൈഡ് ഫ്രീ ആക്കി വെക്കാം. ഓക്കെ, ഇത് നമ്മുടെ പാനലിലോട്ട് പോകുന്ന കൺട്രോൾ പാനലുകൾ, LCC പാനലുകൾ, സ്വിച്ച് ഗിയർ, അങ്ങനെ സ്റ്റേഷനിലേക്ക് വേണ്ട എല്ലാ DC സപ്ലൈയും പോകുന്ന ഈ സബ് DCDB പാനലിൽ നിന്നാണ്. ഇതാണ് ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്ന എല്ലാത്തിൻ്റെയും സപ്ലൈ പോയേക്കുന്നത്. ഓക്കെ, ഇതെല്ലാം അത് തന്നെയാണ്. എല്ലാ പാനലിലേക്കും ഇവിടെ നിന്നാണ് സപ്ലൈ പോയേക്കുന്നത്.
ബാറ്ററിയുടെ ഡിസ്കണക്ടർ, ബാറ്ററി റൂം കാണിച്ചു തരാം. ഇതിൻ്റെ കൺട്രോൾ പാനൽ കാണിക്കാം. ഇത് അത് ബാറ്ററി അത് ടെർമിനേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഡ്രോയിങ് ആണ്. ഒരു വീഡിയോ ആണിത്. ഇത് ബാറ്ററി ചാർജറിൻ്റെ. ഓക്കെ, ഇത് ബാറ്ററി റൂമാണ്. ഇത് 2 ബാറ്ററി ബാങ്ക് ഉണ്ട്. ഒരു ബാറ്ററി ബാങ്കിൽ 92 ബാറ്ററി ഉണ്ട്. അതിൻ്റെ ഓരോ ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് 1.2 വോൾട്ടേജും 1250 ആംപിയർ അവറുള്ള ബാറ്ററികളാണിത്. 2 ബാറ്ററി ബാങ്കാണുള്ളത്. ഇത് രണ്ടും ഇവിടുന്ന് പാരലായിട്ട് പോയിട്ട് ഡിസ്കണക്റ്റിൽ പോയിട്ട് ഒന്നിച്ച് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം സീരീസ് കണക്ഷൻ, ഓരോ ലൈനും സീരീസ് കണക്ഷനായി ഏറ്റവും ലാസ്റ്റ് ചെല്ലുമ്പോൾ 127 വോൾട്ടേജ് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. അത് ബാറ്ററി ഡിസ്കണക്റ്റിലോട്ട് പോകുന്ന കേബിളാണിത്. ഇത് നെഗറ്റീവ് കേബിളും താഴെ കാണുന്ന അത് പോസിറ്റീവ് കേബിളുമാണ്. ഓക്കെ, ബാറ്ററി മൊത്തം സീരീസ് ആയിട്ടാണ് കണക്ട്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ബാറ്ററിയുടെ കറക്റ്റ് അത് സീരീസ് ആയിട്ടാണ് അത് കണക്റ്റ് ആയേക്കുന്നത്. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, ഇതിങ്ങനെയാണ് 2 ബാറ്ററി ബാങ്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ പോയേക്കുന്നത്. 2 ബാറ്ററി ബാങ്കാണിത്. ഇത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ കവറൊക്കെ ഉണ്ട്, കവർ ഇട്ടിട്ടില്ല. ഓക്കെ, പക്ഷേ എനർജൈസേഷൻ ബാറ്ററി ചാർജ് ചെയ്തു. ഇത് കമ്മ്യൂണിക്കേഷൻ റൂമാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ റൂമിൻ്റെ എല്ലാ പാനലും 48 വോൾട്ടിലാണ് അത് വർക്ക്. ഈ DVMൻ്റെ 1 2 പാനലാണ്. ഇത് DC ഡിസ്ട്രിബ്യൂഷൻ പാനലാണ്. ഇത് DC കൺവെർട്ടറാണ്. DC അതായത് 127 വോൾട്ട് വന്നിട്ട് അത് 48 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന DC കൺവെർട്ടറാണ്. ഇത് MLPS ആണ്. MBLS ആണ്. MBLS പാനലാണ്. MBLS നിന്നും സാസിലേക്ക് കേബിൾ പോകുന്നുണ്ട്. DVMയിൽ നിന്നും പോകുന്നുണ്ട്. DC കൺവെർട്ടറിൽ നിന്നും പോകുന്നുണ്ട്. എല്ലാത്തിനും അത് സാസിലേക്ക് കേബിൾ പോകുന്നുണ്ട്. സാസ് പാനലിലേക്ക്. OFMR ഈ റൂമിലാണ് ഇരിക്കുന്നത്. OFMR എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ് OFMR. മറ്റ് സൈറ്റിൽ നിന്ന് വരുന്ന കേബിളിൻ്റെ ഫൈബർ കേബിൾ ഒന്ന് കണക്റ്റ് ആവുന്ന ഇവിടെയാണ്. ഇത് HVACയുടെ ഇൻസ്റ്റാലേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ്. HVACയുടെ ഇത്രയൊക്കെയാണ് സബ്സ്റ്റേഷന്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ, ടെർമിനേഷന്, ഫെറൂളിങ്, എല്ലാത്തിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഹിന്ദിയിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോ ഉണ്ടാക്കി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.